ഫ്രണ്ട്സ്, നമുക്ക് ഇന്നൊരു ലേഡീസിൻ്റെ സ്ട്രൈറ്റ് ബോട്ടം പാൻറ്റ് തയ്ച്ചിട്ടുണ്ട്. അപ്പോൾ അതിന് ഇലാസ്റ്റിക് കയറ്റി ഇടുന്നത്. ചില ആൾക്കാർക്ക് വള്ളി വേണ്ടല്ലോ, ഇലാസ്റ്റിക് മാത്രം വെച്ചിട്ടുണ്ട്. ബാക്കിയെല്ലാം തയ്ച്ച്. അപ്പോൾ ഇതിൻ്റെ ഇലാസ്റ്റിക് മുകളിലായിട്ട് നമ്മളിങ്ങനെ ഇടണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ ഇതിപ്പം ആകെ അളവിൽ നിന്ന് 4 ഇഞ്ച് കുറച്ച് അങ്ങനെയൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാ കൂട്ടുകാർക്കും മനസ്സിലാവണമെന്നില്ലല്ലോ. അപ്പോൾ ഞാൻ അതിനൊരു എളുപ്പ രീതി പറഞ്ഞു തരാം. അപ്പോൾ ഇത് നമ്മുടെ 1.5 ഇഞ്ചിൻ്റെ കോട്ടൺ ഇലാസ്റ്റിക്കാണ്. അപ്പോൾ അത് നമ്മളിങ്ങനെ നടുവേ മടക്കിയിട്ട് ഇങ്ങനെ ഇതിൻ്റെ സെൻട്രലാണ് പകുതി. അപ്പോൾ പകുതിയിൽ നിന്നും ഒരു ഇത്രയും കൂടെ ഇങ്ങനെ ഏത് അളവിലാണെങ്കിലും ഉള്ള ബോട്ടമാണെങ്കിലും അതിൻ്റെ പകുതിയും കഴിഞ്ഞ് ഒരു ഇത്രയും കൂടി എടുത്തു കഴിഞ്ഞാൽ അത് കറക്റ്റ് അളവായിരിക്കും. എന്നിട്ട് ഇത് നമുക്കിങ്ങനെ ജോയിൻ ചെയ്ത് ഇതിനകത്ത് ഇടണം. ഇതാണ് ഇതിൻ്റെ ഇത് 2 ആക്കി മടക്കിയതാണ്. 2 ആക്കി മടക്കി ഒരു പീസ് അല്ല കേട്ടോ, 2 പീസാക്കി മടക്കി അതിന് വെച്ച് ഇത്രയാണ് അതിൻ്റെ ഒരു കറക്റ്റ് അളവ് കിട്ടും. നമുക്ക് ഇട്ട് ഏത് അളവിലുള്ള ബോട്ടം ആണെങ്കിലും ഇങ്ങനെ സെൻട്രൽ കഴിഞ്ഞിട്ട് ഒരു ഇത്രയും കൂടെ എടുക്കാൻ പറ്റും. അപ്പോൾ 3 ഇഞ്ച് മതിയാവും. അപ്പോൾ നമുക്ക് ഇതിങ്ങനെ വെച്ച് ഇങ്ങനെ വെച്ച് ഒന്ന് കൂട്ടിയടിക്കണം. നല്ലതുപോലെ ഒന്ന് കൂട്ടിയടിച്ചെടുക്കും. അതിന് ശേഷം കുറച്ചുകൂടി എളുപ്പത്തിൽ ഇലാസ്റ്റിക് ഇങ്ങനെ അകത്ത് വെച്ചിട്ട് മടക്കുന്നതിലും എളുപ്പമാണ്. ഇങ്ങനെ ഒന്ന് ആദ്യം ഒന്ന് ഈ അളവിൽ അടിച്ചെടുക്കുക. ഇത്തിരി എക്സ്ട്രാ തയ്യൽ തുമ്പൊക്കെ ഞാൻ കൂടുതൽ ഇട്ടിട്ടുണ്ട്. ആർക്കെങ്കിലും എന്തെങ്കിലും കാരണവശാൽ ഇറക്കമൊക്കെ ഇത്തിരി കൂട്ടണമെങ്കിലും നമുക്ക് ഇത് അഴിച്ചാൽ ഉപകാരപ്പെടും. അതുകൊണ്ട് ഇത്തിരി തയ്യൽ തുമ്പ് ഞാൻ എപ്പോഴും കുറിച്ചിടാറുണ്ട്. ഇട്ട് അതിനുശേഷം നമ്മൾ ഈ വര 35 ഇഞ്ച് നമുക്ക് ഇറക്കം വേണം. അത് അളന്ന് വരച്ച് വെച്ചിരിക്കുന്ന വരയാണിത്. അവിടുന്ന് ഈ ഇലാസ്റ്റിക് ഇങ്ങനെ വെക്കുക. അത് വെച്ചിട്ട് ഇതിങ്ങോട്ട് മറിച്ച് വരുമ്പോൾ ലാസ്റ്റ് വരുമ്പോൾ ഇത്തിരി ചെടിഞ്ഞ് വരും. അപ്പോൾ അത് ഇങ്ങനെ ഒന്ന് വലിച്ച് ഇങ്ങനെ കൊടുത്താൽ മതി. ഇങ്ങനെ അടിച്ചെടുക്കുക. അടിച്ച് ഇതിനകത്ത് ഇലാസ്റ്റിക് കയറ്റിയിട്ടുണ്ട്. ഇനി നമ്മൾ ഇതിൻ്റെ ഈ ചുരുക്കെല്ലാം ഒന്ന് ഇടാനോ കറക്റ്റായിട്ട് കിട്ടുവാൻ വേണ്ടി ഇങ്ങനെയൊന്ന് 2 പ്രാവശ്യം ഒന്ന് വലിച്ച് ഒരു സെറ്റാക്കുക. അതിന് ശേഷം പിന്നെ പ്ലാസ്റ്റിക്കിൻ്റെ പുറത്തുകൂടി ഒന്നുകൂടെ അടിച്ചു കൊടുക്കണം. അതാണ് നല്ല ഭംഗിയായിട്ട് ഇരിക്കുള്ളൂ. ഇലാസ്റ്റിക് ചുളുങ്ങി പോകാതെ ഇരിക്കുള്ളൂ. നല്ല ഭംഗിയായി ഇടാൻ സാധിച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ പാൻറ് തയ്ച്ച് കഴിഞ്ഞിട്ടുണ്ട്. മനസ്സിലായതും കഴിഞ്ഞു. നമുക്ക് മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം.